നാളെയാണോ നിങ്ങളുടെ IELTS എക്സാം? പാനിക് ചെയ്യുക വേണ്ട. ഞാനിവിടെ ഒരു ചെക്ക് ലിസ്റ്റാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ എക്സാമിൻ്റെ തലേന്നും എക്സാമിൻ്റെ അന്ന് രാവിലെയും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച്. ദ നൈറ്റ് ബിഫോർ, അതായത് എക്സാമിൻ്റെ തലേന്ന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. ആദ്യം നമ്മൾ നമ്മുടെ സ്റ്റേഷനറി എല്ലാം പാക്ക് ചെയ്ത് വെക്കുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ ID കാർഡ്, പെൻ, പെൻസിൽ, ഇറേസർ, എന്തൊക്കെയാണോ നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം പാക്ക് ചെയ്ത് വെക്കുക. പിന്നെ നല്ലൊരു ഉറക്കം, സുഖമായിട്ട് ഉറങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും നമുക്ക് ടൈം മാനേജ് ചെയ്യാനും സമയാസമയം കറക്റ്റ് ആൻസേഴ്സ് ഓർത്ത് കിട്ടാനും ഫോക്കസ് ഉണ്ടാവാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. പിന്നെ തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ അവോയ്ഡ് ചെയ്യുക. നല്ല സമാധാനപരമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. മനസ്സിനെ കാമാക്കി വെക്കാൻ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക. ഇനി ടെസ്റ്റിൻ്റെ അന്ന് രാവിലെ എപ്പോഴും ഒരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ടു ഹെവി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ നമ്മൾ കുറച്ച് ലെത്താജിക് ആയിട്ടും നമുക്ക് ഉറക്കം വരുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ എപ്പോഴും ഈറ്റ് എ ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ഹാളിൽ ഒരു ഹാഫ് ആൻ അവർ മുമ്പേ എത്തുക. എങ്ങാനും ലേറ്റ് ആവുകയാണെങ്കിൽ അത് നമുക്കൊരു പാനിക്കിങ് സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ആവുകയാണ്. അപ്പോൾ നമ്മളൊരു ഹാഫ് ആൻ അവർ മുമ്പ് അവിടെ എത്തി ആ ഒരു സറൗണ്ടിങ്സ് ഒക്കെ ആയിട്ട് നമ്മളൊന്ന് പരിചയമാവുകയും നമ്മൾ അവിടെ ആരോടെങ്കിലുമൊക്കെ മിണ്ടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഒന്ന് കാമാവാൻ ശ്രമിക്കും. തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോഴും കാമാവാൻ എന്താണോ നമുക്ക് ഹെൽപ്പ് ചെയ്യുക, ഒരാളോട് സംസാരിക്കുന്നതാണെങ്കിൽ അത് ചെയ്യുക. അതല്ല ഒറ്റയ്ക്ക് മിണ്ടാതിരിക്കുന്നതാണ് നിങ്ങളെ കാമാക്കുന്നതെങ്കിൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ IELTS കോച്ചിങ്ങോ അതോ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസോ നോക്കുന്നുണ്ടെങ്കിൽ യു ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ ഇൻ ദിസ് നമ്പർ.